ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വൈ കാപ്പ സീറോ മലബാർ സഭയിൽ നിരോധിച്ചിട്ടുണ്ടോ? എന്താണ് വൈ കാപ്പയുടെ പ്രതീകാത്മകത? കാപ്പ എന്നാണോ പൈന എന്നാണോ ഉപയോഗിക്കേണ്ടത്? ഈ വൈ കുരിശ്, ടാവ് കുരിശ് എന്നെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം എന്ത്? കാപ്പയുടെ നിറം ഇന്നത് വേണമെന്ന് നിർദ്ദേശമുണ്ടോ? ഇവയുടെയൊക്കെ ദൈവശാസ്ത്രം, തിരുവചനങ്ങളിൽ എന്ത് ദൈവശാസ്ത്രമാണ് ഉള്ളത്? ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോയിൽ. ഇന്നലെ ഞാൻ റോമിൽ നിന്നുള്ള ഒരു നിർദ്ദേശം വായിച്ചിരുന്നു. ഈ പുസ്തകത്തിൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള തിരുസംഘം കൂദാശയുടെ ആഘോഷം സീറോ മലബാർ സഭയുടെ ഉപയോഗത്തിന് റോമിൽ നിന്ന് അച്ചടിച്ച് നൽകിയത്. അതിൽ 6-ാമത്തെ വകുപ്പിൽ പൈന ലത്തീൻ കാപ്പയ്ക്ക് തുല്യമാണ്, മുൻവശം തുറന്നതും കൊളുത്തിട്ട് ബന്ധിച്ചതുമാണ്, പുറകിൽ അത്ര വലുതല്ലാത്ത മാർത്തോമാ സ്ലീവായാൽ അലങ്കൃതമാണ്, ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പൈന എന്ന് പറയുന്ന കാപ്പയ്ക്ക് തുല്യമായ ഒരു സംഗതിയാണ് സീറോ മലബാർ സഭയിൽ ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ പുറകിൽ മാർത്തോമാ സ്ലീവ മുദ്രണം ചെയ്യണമെന്നും റോമിൽ നിന്ന് നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രേഖാമൂലം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഉയർന്നൊരു ചോദ്യമാണ്. ചില അച്ഛന്മാരും ചോദിച്ചു, ചില അൽമാരും ചോദിച്ചു, ഈ വൈ കാപ്പ സീറോ മലബാർ സഭയിൽ നിരോധിച്ചിട്ടുണ്ടോ? എന്താണ് വൈ കാപ്പയുടെ അർത്ഥം, അതിൻ്റെ പ്രതീകാത്മകത? വൈ കാപ്പ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായോ എന്ന് അറിഞ്ഞുകൂടാ. അച്ഛൻ്റെ ഈ കാപ്പയിട്ട് നിൽക്കുന്ന അച്ഛൻ്റെ പുറകുവശം നോക്കിയാൽ ഇങ്ങനെ ഇംഗ്ലീഷിൽ വൈ ആകൃതി, ഇങ്ങനെയുള്ള വൈ ആകൃതിയിലുള്ള ആ കാപ്പയ്ക്കാണ് വൈ കാപ്പ എന്ന് പറയുന്നത്. അച്ഛൻ ബലിപീഠത്തിൽ തിരിഞ്ഞു നിൽക്കുന്ന അച്ഛൻ്റെ പുറകുവശം നോക്കിയാൽ ഇംഗ്ലീഷിലെ വൈ ആകൃതിയിൽ തോന്നിക്കുന്ന ഇങ്ങനെ വന്നിട്ടുള്ള ആ കാപ്പയാണ് വൈ കാപ്പ എന്ന് പറയുന്നത്. ഞാനൊരു ലിറ്ററേച്ചർ പണ്ഡിതനല്ല, ഇക്കാര്യത്തിൽ ഞാൻ ഒരു അല്പജ്ഞനാണ് താനും. എങ്കിലും ഞാൻ എൻ്റെ അറിവുകൾ പങ്കുവെക്കുകയാണ്. തെറ്റുണ്ടെങ്കിൽ ഈ പ്രഗത്ഭരായ ലിറ്ററേച്ചർ പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവർക്കറിയാമെങ്കിൽ ഞാൻ പറയുന്ന തെറ്റുണ്ടെങ്കിൽ തിരുത്തണമെന്ന് അപേക്ഷിക്കുന്നു. പുരോഹിതൻ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടി അണിയുന്ന കാപ്പ, അതിനെ കോപ്പ് എന്ന് പറയും. കോപ്പ് ചില നാടുകളിലൊക്കെ ഒർണാത്ത് എന്ന് പറയും, ഇംഗ്ലീഷിൽ ചാസിബിൾ എന്ന് പറയും. അതിൻ്റെ പുറകിൽ ഈ കാപ്പയുടെ അല്ലെങ്കിൽ പൈനയുടെ പുറകിൽ പാലിയത്തിൻ്റെ രൂപത്തിൽ, പാലിയം എന്ന് പറഞ്ഞാൽ ഈ ഏകദേശം വയ്യാകൃതിയാണ്. മാർപ്പാപ്പയ്ക്ക് ഒരു പാലിയം ഇങ്ങനെ ധരിക്കും വയ്യാകൃതിയിൽ. ആ പാലിയത്തിൻ്റെ രൂപത്തിൽ സ്വർണ്ണനൂല് കൊണ്ടും മറ്റും അലങ്കാരമായി തുന്നൽ പണി ചെയ്യുമ്പോൾ അതിനെ വൈ കാപ്പ എന്ന് വിശേഷിപ്പിക്കുന്നു. വൈ ക്രോസ് അല്ലെ, വൈ കുരിശ് എന്നും അതിന് വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിലെ വൈ എന്ന അക്ഷരത്തിൻ്റെ രൂപമുള്ളത് കൊണ്ടാണ് അതിനെ വൈ കാപ്പ, വൈ ക്രോസ് എന്നൊക്കെ വിളിക്കുന്നത്. കാപ്പ അതൊരു ലത്തീൻ വാക്കാണ്. കോപ്പ് എന്ന വാക്ക് ഇംഗ്ലീഷിലും ഉപയോഗിക്കാറുണ്ട്. കാപ്പ, ലത്തീനിൽ കാപ്പ എന്ന വാക്കിന് മൂടിക്കെട്ടിയ മേലങ്കി എന്നാണ് അർത്ഥം. ഹൂഡഡ് ക്ലോക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഹൂഡ് എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ മൂർഖൻ പാമ്പിൻ്റെ പത്തി, വിടർന്നു നിൽക്കുന്ന പത്തി, അങ്ങനെ മൂർഖൻ പാമ്പിൻ്റെ വിടർന്നു നിൽക്കുന്ന പത്തി പോലെയുള്ള വസ്ത്രം, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. തൊപ്പിയുള്ള ഈ പത്തിയെ ഫണം ഉയർത്തി നിൽക്കുന്ന ആ പാമ്പിനെ അതൊരു തൊപ്പി പോലെ കണക്കാക്കിയിട്ട് തൊപ്പിയുള്ള വസ്ത്രം, തല മറയ്ക്കുന്ന വസ്ത്രം. പല കാപ്പകളിൽ നിന്ന് നോക്കിയാൽ അച്ഛൻ്റെ തല മറയ്ക്കാവുന്ന തരത്തിൽ തൊപ്പി ഉള്ളതാണ് കാപ്പയിൽ കാണാം. പ്രത്യേകിച്ച് നമ്മൾ യൂറോപ്പിലൊക്കെ അങ്ങനെ ഈ തൊപ്പി ഉള്ള മറയ്ക്കാവുന്ന തരത്തിലുള്ള തല മറയ്ക്കാനുള്ള തൊപ്പിയുള്ള, അത് കാപ്പയോട് തന്നെ ബന്ധിച്ച് അങ്ങനെയുള്ള വസ്ത്രമുണ്ട്. അപ്പോൾ കാപ്പ എന്ന വാക്കിന് മൂടിക്കെട്ടിയ മേലങ്കി അല്ലെങ്കിൽ തൊപ്പിയുള്ള വസ്ത്രം, തലമറയ്ക്കുന്ന വസ്ത്രം എന്നൊക്കെയാണ്. തലമറയ്ക്കാനായി തൊപ്പിയോട് കൂടിയ നീണ്ട വസ്ത്രം എന്നാണ് കാപ്പ എന്ന വാക്കിനർത്ഥം. ഈ ക്രൈസ്തവ ശബ്ദകോശം എന്ന പുസ്തകത്തിനകത്ത് കുരുക്കൂറച്ചൻ എഴുതിയിരിക്കുന്നത് ഈ കാപ്പയെക്കുറിച്ച്, അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കാപ്പ എന്ന വസ്ത്രം ക്രിസ്തുമതത്തിൽ എന്നാണ് പ്രയോഗിച്ച് തുടങ്ങിയതെന്ന് പറയാൻ നിവൃത്തിയില്ല എന്ന് വരികിലും തിരുസഭയിൽ പൂർവം മുതൽ പെരുമാറി വന്നു എന്നും
പഴയ വേദത്തിൽ അഹറോൻ മുതലായ പ്രധാന ആചാര്യന്മാർ ധരിച്ചു വന്നതും വിളുമ്പിൽ പൊന്മണികൾ തൂങ്ങിയിരുന്നതുമായ കുത്തീന എന്ന് പേർപ്പെട്ട പട്ടുവസ്ത്രത്തിന്റെ സാദൃശ്യമായിരിക്കുന്നുവെന്നും ദുരാന്തോ മുതലായ ചിലർ ചൊല്ലിയിരിക്കുന്നു. യൗസഫ് ഗീവർഗീസ് പ്രസിദ്ധാരാധന എൽത്തുരുത്ത് 1897 പുറം 155 156. അപ്പോൾ പഴയ നിയമത്തിലെ അഹറോന്റെ ആ നിലയങ്കി അതിൻ്റെ മാതൃകയിൽ ഉള്ളൊരു സംഗതിയാണ്. അപ്പോൾ കൃത്യം തീയതി പറയാൻ പറ്റില്ല എന്ന് മുതല കാപ്പ ഉപയോഗിച്ചെന്ന്. പക്ഷേ പഴയ നിയമത്തിൽ തൊട്ട് ഉണ്ട് ഇത്. അപ്പോൾ അത് പഴയ നിയമം റദ്ദാക്കിയിട്ടില്ല. പഴയ നിയമം റദ്ദാക്കിയിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ ബൈബിളിൽ പഴയ നിയമം ആവശ്യമില്ല. മോശയെയോ പ്രവാചകന്മാരെയോ റദ്ദാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, പൂർത്തിയാക്കാനാണെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പഴയ നിയമത്തിലെ ആചാരമാണെന്ന് പലരും പറയാറുണ്ട്. അങ്ങനെ പഴയ നിയമം വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരറിയാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ഒരു സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ക്രിസ്തുവർഷം 144 മാർഷ്യൻ എന്നൊരാളെ സഭയിൽ നിന്ന് പുറത്താക്കി. അയാളെ കുറെ പൈസ കൊണ്ടുവന്നിരുന്ന കത്തോലിക്ക സഭയ്ക്ക്. ആ പൈസ അടക്കം തിരിച്ചു കൊടുത്തു വിട്ടു. എന്താ കാര്യം എന്നറിയോ? പഴയ നിയമം വേണ്ട എന്നങ്ങ് ഒരു വാദിച്ചത് കൊണ്ട്. പഴയ നിയമം ഇല്ലെങ്കിൽ പുതിയ നിയമം മനസ്സിലാക്കുകയേ ഇല്ല. പഴയ നിയമം ഇല്ലെങ്കിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കില്ല. പഴയ നിയമമാണ് ക്രിസ്തുവിന്റെ ബൈബിള്, മറിയത്തിന്റെ ബൈബിള്, പത്രോസിനും പൗലോസിന്റെ ഒക്കെ ബൈബിള്. അവർക്ക് പുതിയ നിയമം ഉണ്ടായിരുന്നില്ല. ഇതൊന്നും അറിയാതെ പഴയ നിയമത്തിലേതാണ് പഴയ നിയമത്തിലാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. പഴയ നിയമത്തിലേത് റദ്ദാക്കുകയല്ല, അതിന് പുതിയ മാനങ്ങൾ കൊടുത്ത്, പുതിയ അർത്ഥങ്ങൾ കൊടുത്ത്, പുതിയ ധ്വനികളും ഒക്കെ കൊടുത്ത് പുതിയ തരത്തിലത് നിവൃത്തിയാക്കുക ചെയ്തത്. പഴയ നിയമം റദ്ദാക്കിയിട്ടില്ല. ഈ കാപ്പ എന്നതിനെ ഒർണാത്ത് എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. ഒർണാത്ത് ആ വാക്കിനെ അലങ്കരിക്കുക എന്ന അർത്ഥമുള്ളൂ. അതായത് പുറമേയുള്ള അലങ്കാരം. വൈദികൻ ഇടുന്ന ധനത്തിന്റെ ഏറ്റവും പുറമേ ഇടുന്ന അലങ്കാരം എന്നാണ് ആ വാക്കിന് അർത്ഥമുള്ളൂ. ചാസിബിൾ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതും ലത്തീനിൽ വരുന്നതാണ്. ചെറിയ വീട് എന്നാണ് ആ വാക്കിനർത്ഥം. അതായത് ഈ കാപ്പ എന്ന് പറയുന്നത് ചെറിയൊരു വീടാണ് എന്നാൽ മട്ടിലാണ്. വിശുദ്ധമായ ദേവാലയത്തിനുള്ളിൽ ഈശോയെ ധരിച്ച് വിശുദ്ധമായ ഒരു കൂടാരമായി, വിശുദ്ധമായ ഒരു ചെറിയ വീടായി നിൽക്കുകയാണ് വൈദികൻ എന്നാണ് അതിനർത്ഥം. ഈ വെളിപാട് പുസ്തകം 3:12 വിജയിക്കുന്നവനെ ദേവാലയത്തിൽ തൂണാക്കും എന്ന് ഉത്ഥിതനായ കർത്താവ് ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. വെളിപാട് 7:15 കുഞ്ഞാട് വിശുദ്ധർക്ക് കൂടാരമായിരിക്കും, ദിവ്യ കുഞ്ഞാട് വിശുദ്ധർക്ക് കൂടാരമായിരിക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധമായ വലിയ ദേവാലയത്തിൽ ഈശോയെ ധരിച്ച് വിശുദ്ധമായ ഒരു കൂടാരമായിട്ടാണ് വൈദികൻ, കുർബാന അർപ്പിക്കുന്ന വൈദികൻ നിൽക്കുന്നത്. അത് വിശേഷിച്ചും ദൈവോന്മുഖമായി നിൽക്കുമ്പോൾ അച്ഛൻ ശരിക്കും ഒരു കൂടാരം പോലെ തന്നെ തോന്നും. കുഞ്ഞാട് വിശുദ്ധർക്ക് കൂടാരമായിരിക്കും, കുഞ്ഞാട് വിശുദ്ധർക്ക് കൂടാരമായിരിക്കും. അപ്പോൾ ഈ കാപ്പയിടുമ്പോൾ കുഞ്ഞാട് ഈ വൈദികനെ ഒരു കൂടാരമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് കൂടാരം അല്ലെങ്കിൽ ചെറിയ വീട് എന്ന അർത്ഥത്തിലാണ് ചാസിബിൾ എന്ന് ഈ കാപ്പയെ വിളിക്കുന്നത്. ഇത് നിങ്ങൾ ലത്തീൻ സഭയിലെ വൈദികരോടും നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയുന്നത് നല്ലതാണ്. പലർക്കും അത് അറിയണമെന്നില്ല, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ വിശുദ്ധിക്ക് അറിയാം. പക്ഷേ ഏത് തിരുവചനം അനുസരിച്ചാണ് ഇതൊക്കെ രൂപപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. പൈന എന്ന വാക്ക് സുറിയാനി വാക്കാണ്. നമ്മൾ സാധാരണ കാപ്പ എന്ന വാക്കിനേക്കാൾ പൈന എന്ന വാക്കാണ് സുറിയാനിക്കാർ ഉപയോഗിക്കുന്നത്. പൈന സുറിയാനി വാക്കാണ് പൈനയെങ്കിലും അത് ഉത്ഭവിച്ചത് ഗ്രീക്കിൽ നിന്നാണെന്നാണ് ഒരു അഭിപ്രായം. ഗ്രീക്കിലെ വാക്ക് ഫൈനോലിയോൻ എന്നാണ്. ഫൈനോലിയോൻ അല്ലെങ്കിൽ ഫൈനോല എന്നും പറയും. മേൽ വസ്ത്രം, മേൽ കുപ്പായം, ആവരണം എന്നെല്ലാമാണ് ഈ ഫൈനോലിയോൻ അല്ലെങ്കിൽ ഫൈനോല എന്ന വാക്കിനർത്ഥം. ഫൈനോലിയോൻ എന്ന വാക്കിൽ നിന്ന് പൈന സുറിയാനിയിൽ, ഗ്രീക്ക് ഫൈനോലിയോൻ അല്ലെങ്കിൽ ഫൈനോല, മേൽവസ്ത്രം, മേൽക്കുപ്പായം, ആവരണം എന്നെല്ലാം അർത്ഥം. ആവരണം അതൊക്കെയാണ് ഈ പൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഗ്രീക്കിൽ നിന്ന് സുറിയാനിലേക്ക് വന്നു എന്ന് കരുതുമ്പോൾ, ചരിത്രപരമായി നോക്കിയാൽ യഹൂദരുടെ ഇടയിൽ ആട്ടിടയന്മാർ അണിഞ്ഞിരുന്ന വസ്ത്രമാണിത്. ആട്ടിടയന്മാർ അണിഞ്ഞിരുന്ന വസ്ത്രത്തിൻ്റെ രൂപത്തിലാണ് ഈ പൈന തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വേറൊരു ഗണം വേദശാസ്ത്രികൾ പറയുന്നത് അരാമിയ സുറിയാനി ഭാഷകളിൽ നിന്നാണ് ഗ്രീക്കിലേക്ക് ഈ വാക്ക് വന്നത്. ആട്ടിടയന്മാരുടെ മേൽവസ്ത്രം എന്ന വാക്ക് അരാമിയ ഭാഷയിൽ, സുറിയാനി ഭാഷയിൽ, അതിൽ നിന്നാണ് ഗ്രീക്കിലേക്ക് ഈ ഫൈനോലിയോൻ അല്ലെങ്കിൽ ഫൈനോല എന്ന വാക്ക് വന്നതെന്നാണ് വേറൊരു ഗണം വേദശാസ്ത്രികൾ പറയുന്നത്. ആടുകളെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഇടയനായി നിൽക്കുകയാണ് ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് വൈദികൻ. അതായത് ക്രിസ്തു ആട്ടിടയനായിരുന്നു, സാക്ഷാൽ ഇടയൻ ഞാനെന്ന് പറയുന്നുണ്ട്. ആ ഇടയന്റെ വസ്ത്രം പുരോഹിതൻ ധരിച്ച് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് ആടുകളെ മേയിക്കുകയാണ്.
അതായത് ഒരു തീർത്ഥാടനത്തിന് പോകുന്ന പോലെയാണ് ആടുകളെ മേച്ചുകൊണ്ട് പോകുന്നത്. പ്രത്യേകിച്ചും പാലസ്തീൻ ആയാലൊക്കെ ആട്ടിഴന് മുമ്പെയാണ് നടക്കുക, ആടുകൾ പുറകെ വരും. അപ്പോൾ ദൈവോന്മുഖമായി പ്രാർത്ഥിക്കുന്ന വൈദികൻ ക്രിസ്തു എന്ന ഇടയന്റെ സ്ഥാനത്താണ്. ഇടയന്റെ വസ്ത്രം ധരിച്ച്, അതിനുണ്ട് ഇടയന്റെ വസ്ത്രത്തിനാണ് പൈന എന്ന് പറയുന്നത്. ആ പൈന എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഈ പറയുന്നത് ചരിത്രപരമായ അർത്ഥം ഇടയന്റെ വസ്ത്രം എന്നാണ് അർത്ഥം. അതിന് നമ്മൾ ദൈവശാസ്ത്രം വേറെയാണ്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. വെളിപാട് പുസ്തകത്തിൽ 1:13 കർത്തൃ ദിവസം ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി, അപ്പോൾ ഉത്ഥിതനായ ക്രിസ്തു മഹാപുരോഹിതന്റെ വേഷം ധരിച്ച് നിലയങ്കി എന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നിലയങ്കി, പൊതേരേസ് എന്നാണ് ഗ്രീക്ക് വാക്ക്. നിലയങ്കി, പാദം വരെ നീണ്ടു കിടക്കുന്ന അങ്കി എന്നർത്ഥം. പൊതേരസ് എന്ന വാക്കിന് പാദം വരെ നീണ്ടു കിടക്കുന്ന അങ്കി. മഹാപുരോഹിതൻ, പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ അണിഞ്ഞിരുന്ന വസ്ത്രമാണിത്. പുറപ്പാട് 28:4, പ്രഭാഷകൻ 45:8. സ്വർഗീയ ലിറ്റർജിയിൽ പങ്കെടുക്കുന്നവര് ഇത്തരം വസ്ത്രം അണിയുന്നുണ്ട്. മാലാഖമാരും ഇത്തരം വസ്ത്രം അണിയുന്നുണ്ട്. ക്രിസ്തു മാത്രമല്ല. 15:6 വെളിപാട് 15:6 മാലാഖമാരും ഇങ്ങനെയുള്ള ഒരു പുരോഹിതന്റെയോ വസ്ത്രം അണിഞ്ഞു നിൽക്കുന്നുണ്ട്. മെനോറ എന്ന് വെച്ചാൽ ദാവീദിന്റെ വിളക്ക്, 7 ബ്രാഞ്ചുള്ള 7 ശാഖകളുള്ള മെനോറ. ആ ദാവീദിന്റെ വിളക്കിൽ എണ്ണയൊഴിച്ചു കൊടുത്തും അതിൽ തിരികൾ വെട്ടി ശരിപ്പെടുത്തിയും ദേവാലയത്തിൽ പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്തിരുന്നത് പോലെ, പുറപ്പാട് പുസ്തകം 27:20 മുതൽ 21 വരെ വാക്യങ്ങൾ. ക്രിസ്തു 7 സഭയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് വരുന്ന മഹാപുരോഹിതനായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മഹാപുരോഹിതന്റെ വേഷമണിഞ്ഞ് ഉത്ഥിതനായ ക്രിസ്തു മനുഷ്യപുത്രനെ പോലെ യോഹന്നാന് പ്രത്യക്ഷപ്പെടുന്നു വെളിപാട് കൊടുക്കാൻ. കത്തോലിക്ക സഭ മതബോധനം 662 പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മെനോറയിൽ എണ്ണയൊഴിച്ചു കൊടുത്തും അതിൽ തിരികൾ വെട്ടി ശരിപ്പെടുത്തിയും ദേവാലയത്തിൽ പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്തിരുന്നത് പോലെ ക്രിസ്തു 7 സഭകൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വരുന്നു. ഇതാണ് ഈ പൈന എന്ന വസ്ത്രം ധരിച്ചു വരുന്ന നിലയങ്കി. അതായത് മഹാപുരോഹിതന്റെ നിലയങ്കിയാണ് ഉത്ഥിതനായ ക്രിസ്തു ധരിച്ചതുപോലെ, വെളിപാട് 1:13 ധരിച്ചതുപോലെ പുരോഹിതൻ ധരിക്കുന്നു. എത്രയോ ദൈവശാസ്ത്രമാണെന്ന് നോക്കിയേ. ഇനി പൗരസ്ത്യ ദൈവശാസ്ത്രം അനുസരിച്ച് പൈന എന്ന് പറയുന്നത് നീതിയുടെ വസ്ത്രമാണ്. നീതിയുടെ വസ്ത്രം, നീതി സൂര്യൻ എന്നാണ്. ദ സൺ ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ സൂര്യൻ. അങ്ങനെയാണ് ഈശോയെ പഴയ നിയമത്തിൽ പരിചയപ്പെടുത്തുന്നത്. നീതി സൂര്യനെ എതിരേൽക്കാനായിട്ട് ചെല്ലുകയാണ്. നീതി സൂര്യനെ എതിരേൽക്കാൻ ചെല്ലുമ്പോൾ, അതുകൊണ്ടാണ് ഈ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം, കർത്താവ് നീതി സൂര്യനായിട്ട് വരുന്നു. അങ്ങനെ നീതി സൂര്യനായി എഴുന്നള്ളി വരുന്ന അവനെ എതിരേൽക്കാനായിട്ട് പോവുകയാണ് നമ്മൾ. അതാണ് കുർബാനയിൽ. അപ്പോൾ പുരോഹിതൻ നീതിയുടെ വസ്ത്രം, നീതി സൂര്യന്റെ ആളായി നീതി സൂര്യനെ എതിരേൽക്കാനായി നീതി വസ്ത്രം ധരിച്ചു പോകുന്നു. ചിലരെ ഇതൊക്കെ പറയുമ്പോൾ പറയും, ഇതൊക്കെ വൈരുദ്ധ്യമില്ലേ? നമുക്ക് ഒരു ബൈബിളിലെ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ഒരു വാക്കിന് അനേകം ധ്വനികളുണ്ട്. ഇപ്പം ഉദയ നക്ഷത്രം എന്ന് കർത്താവിനെ വിളിച്ചിട്ടുണ്ട്. ഉദയ നക്ഷത്രം, മോർണിംഗ് സ്റ്റാർ. പക്ഷേ സൂര്യനായിട്ടും അവതരിപ്പിച്ചിട്ടുണ്ട്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വരുന്ന ശുക്ര നക്ഷത്രയാണ് ഉദയ നക്ഷത്രം എന്ന് പറയണേ. ഈശോയെ ഉദയ നക്ഷത്രം എന്നും പറഞ്ഞിട്ടുണ്ട്, ഉദയ സൂര്യൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതാ ശരി? രണ്ടും ശരിയാണ്. രണ്ടും 2 തരത്തിലാണ്. ഈശോയെ നീതി സൂര്യനായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഉദയ നക്ഷത്രം മറിയമാണ്. അതല്ല രക്ഷ കൊണ്ടുവരാൻ വേണ്ടി വന്നവൻ എന്ന അർത്ഥത്തിലാണുമ്പോൾ രക്ഷയ്ക്ക് മുമ്പ് വന്നത് ഈശോ ആയതുകൊണ്ട് അവൻ ഉദയ നക്ഷത്രം വിളിക്കും. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് നീതി സൂര്യനായിട്ട് മാറും. അപ്പൊ ഇത് ഏത് തരത്തിൽ, അതായത് ഒരൊറ്റ പരിപ്രേക്ഷ്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ബൈബിളിലെ തിരുവചനങ്ങൾ. അതിന് പല മുനകളുണ്ട്, പല ധ്വനികളുണ്ട്, പല ചക്രവാളങ്ങളുണ്ട്. ഒന്നും മറ്റൊന്നിന് വൈരുദ്ധ്യമല്ല, നമ്മൾ കാണുന്ന വീക്ഷണമാണ്. നമ്മുടെ രക്ഷയെ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, രക്ഷ പ്രാപിച്ച് സ്വർഗത്തിലെത്തിയ സ്ത്രീയാണ് സൂര്യനെ ഉടയാടയാക്കിയെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ രക്ഷയെ സൂര്യനായിട്ട് കാണുകയാണെങ്കിൽ അത് കൊണ്ടുവന്ന ഉദയനക്ഷത്രം, അത് അനൗൺസ് ചെയ്ത ഉദയനക്ഷത്രം ആരാണ്? യേശുവാണ്. മറിച്ച് യേശുവിനെ നീതി സൂര്യനായിട്ട് കാണുകയാണെങ്കിൽ ഉദയനക്ഷത്രം ആരാണ്? മറിയമാണ്. അപ്പൊ ഇങ്ങനെ ഏത് പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് കാണുന്നു എന്നതിനനുസരിച്ചാണ് അർത്ഥം മാറുന്നത്. ഇതെല്ലാം മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് ഇത് മുഴുവൻ വൈരുദ്ധ്യമാണ് എന്ന് പറയരുത്. പല വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ടാണ് നമുക്കൊരു ഒരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ നീതി സൂര്യനെ എതിരേൽക്കാൻ, നീതി സൂര്യൻ കർത്താവ് വീണ്ടും വരും,
ഈ ജെറൂസലമിന് കിഴക്ക് വശത്താണ് ഒലിവുമല. ഒലിവുമലയിൽ നിന്നാണ് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. അവൻ വീണ്ടും വരും. ആ വീണ്ടും വരുന്നവൻ എതിരേൽക്കാൻ വേണ്ടി അത് നീതിസൂര്യനാണ്. അവൻ എതിരേൽക്കാൻ വേണ്ടി നീതിയുടെ വസ്ത്രം ധരിച്ച്, പക്ഷെ എതിരേൽക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോഴും വൈദികൻ ക്രിസ്തുവിലായിരിക്കും. ഈ വരുന്നവന്റെ രൂപത്തിൽ തന്നെയാണ് ചെല്ലുന്നത്. അവന്റെ ആൾ നിന്നുകൊണ്ട് വേണം. എന്നിട്ട് വൈദികൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവിന്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വരട്ടെ. അപ്പോൾ പരിശുദ്ധാത്മ എഴുന്നള്ളി വന്ന് ആ നീതിസൂര്യൻ അവിടെ കൊണ്ടുവരികയാണ്. ഇത് പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എങ്ങനെ പറ്റും? കർത്താവിന് കൃപയിൽ തന്നെ പറ്റൂ. കർത്താവിന് ആൾ നിന്നുകൊണ്ടേ പറയാൻ പറ്റൂ. ഇതാണ് രണ്ട് പരിപ്രേക്ഷണം ഞാൻ പറഞ്ഞത്. വൈരുദ്ധ്യം അല്ലത്. അത് നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നീതിസൂര്യനെയാണ് നമ്മൾ എതിരേൽക്കാൻ ചെല്ലുന്നത്. പക്ഷെ നീതിസൂര്യന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവന്നാലേ നീതിസൂര്യനെ എതിരേൽക്കാൻ പറ്റുള്ളതാനും. ഇത് നമ്മൾ മറിയത്തെ നോക്കിയാൽ കുറച്ചുകൂടി മനസ്സിലാകും. മറിയം ഗർഭം ധരിച്ചത് ദൈവം തന്നെയായ പുത്രനെയാണ്. അവളുടെ ഗർഭത്തിൽ ദൈവം തന്നെയായ പുത്രനാണ്. പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾ ആരാധിക്കുന്നത് ആ ദൈവം തന്നെയായ പുത്രനെയാണ്. അവൾ പ്രസവിച്ച കുഞ്ഞിനെയാണ് അവൾ ആരാധിക്കുന്നത്. കാരണം അത് ദൈവം തന്നെയായ കുഞ്ഞാണ്. അപ്പോൾ അവള് പ്രസവിച്ചു കൊണ്ടു നടന്നു, ദൈവത്തെ ഉള്ളിൽ കൊണ്ടു നടന്നു. പക്ഷെ പുറത്തു വന്നപ്പോൾ അവൾ ആരാധിക്കുകയും ചെയ്തു. ഇത് വൈരുദ്ധ്യമാണ്. വൈരുദ്ധ്യമല്ല, ഇതാണ് സത്യം. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഇതൊക്കെ മനസ്സിലാകും. സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്നും ചിലപ്പോൾ നമ്മൾ പറയും. ഉണ്ട് താനും, രാത്രിയാകുന്നു പകലാകുന്നു. എന്നാൽ സൂര്യൻ ഉദിക്കുന്നുണ്ടോ അസ്തമിക്കുന്നുണ്ടോ? ഇല്ല എന്നും പറയും. കുറേ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല എന്ന് പറയാം. പക്ഷെ അത് മാത്രമാണ് സത്യം. നമുക്ക് രാത്രിയാവുന്നില്ലേ, പകലാവുന്നില്ലേ? അപ്പൊ സൂര്യൻ ഉദിക്കും അസ്തമിക്കും ചെയ്യുന്നില്ലേ? നമ്മുടെ കൺവെട്ടത്ത് കാണുന്നതല്ലേ. ഇനി സൂര്യൻ ഉദിക്കും അസ്തമിക്കും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടുമോ? കാർബൺ ഡയോക്സൈഡ് കിട്ടുമോ? ചെടികൾ എപ്പോഴാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നത്? എപ്പോഴാണ് ഓക്സിജൻ ഉണ്ടാക്കുന്നത്? ഇതൊക്കെ സത്യമല്ലേ? അപ്പൊ സൂര്യൻ ഉദിക്കുന്നുണ്ട് അസ്തമിക്കുന്നുണ്ട്, സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല. അച്ഛൻ്റെ എന്താ പറയണേ? രണ്ടും സത്യമാണ്. ഏറ്റവും വലിയ സത്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കിയാൽ വൈരുദ്ധ്യമായി തോന്നും. ഇത് തന്നെയാണ് ദൈവത്തിന്റെ കാര്യത്തിലും. ദൈവമായ കർത്താവ് മറിയത്തിന്റെ ഗർഭത്തിൽ വന്ന് പിറക്കുന്നു. അതിന് സമ്മതം വേണം. അതിന് ഗബ്രിയേൽ മാലാഖ അയച്ചു. പക്ഷെ അവൾ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെയാണ് അവൾ ദൈവമായിട്ട് ആരാധിക്കുന്നത്. ഇത് അച്ഛന്മാരുടെ കാര്യത്തിൽ ഇട്ട് നോക്കിയാൽ അച്ഛന്മാര് യേശു എന്ന ആളിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് വരാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ അപ്പവും വീഞ്ഞും നീതിസൂര്യനായിട്ട് മാറുന്നു. നീതിസൂര്യനായ യേശുക്രിസ്തു ആളിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ ഈ അപ്പവും വീഞ്ഞും നീതിസൂര്യനായിട്ട് മാറുന്നു. ഇതിനകത്തൊരു വൈരുദ്ധ്യമല്ല, ഇതാണ് സത്യം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരല്പം തുറവി വേണം. തിരുവചനത്തോടും പ്രകൃതിയോടും ശാസ്ത്രത്തോടും. ഈ ഏതെങ്കിലും അവിടെ നിന്ന് കേട്ടത് മാത്രം പഠിക്കാതെ ഇത്തിരി ആഴത്തിലേക്ക് പോയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങളെ അവിടെ ആരെങ്കിലും ഒരാളോ രണ്ടാളോ വളരെ ഫേമസ് ആയ ആളുകളൊക്കെ ആയിരിക്കും. അവർ മണ്ടത്തരം പറഞ്ഞാൽ അങ്ങനെ തന്നെ വിഴുങ്ങരുത്. നമ്മുടെ ബ്രെയിനും കൂടി ഒന്ന് ഉപയോഗിക്കുക. പിന്നെ തിരുവചനം ദൈവത്തിന്റെ വചനമായിട്ട് അംഗീകരിച്ച് ദൈവം നമ്മെ പഠിപ്പിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കുക. നാം ദൈവത്തെ പഠിപ്പിക്കാൻ പോകാതെ ദൈവം നമ്മെ പഠിപ്പിക്കാൻ നമ്മളൊന്ന് തുറന്നു കൊടുക്കുക മനസ്സ്. അപ്പോൾ പയന എന്ന് പറഞ്ഞാൽ നീതിയുടെ വസ്ത്രം. നീതിസൂര്യനെ എതിരേൽക്കാൻ നീതിസൂര്യനായി യേശുവിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുന്ന ആ പുരോഹിതൻ നീതിയുടെ വസ്ത്രം ധരിക്കുകയാണ്. അതിനാണ് പയനയുടെ ദൈവശാസ്ത്രമായിട്ട് പറയുന്നത്. പയനയുടെ നിറം എന്തായിരിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശമില്ല. പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്വർണ്ണ നിറമാണ്. സ്വർണ്ണ നിറം. അതിന് കാരണമുണ്ട്. വെളിപാട് പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ സൃഷ്ടിയുടെ ലിറ്റർജിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ 4-ാമത്തെ അധ്യായം വെളിപാട് 4:2 സിംഹാസനത്തിൽ ഒരുവൻ എന്ന്. സിംഹാസനം എന്ന് ഉപയോഗിക്കുന്ന വാക്ക് ത്രോണോസ് എന്നാണ്, ഗ്രീക്ക് ത്രോണോസ്. നമ്മുടെ നാട്ടിൽ പല കാരണന്മാരൊക്കെ സ്വർണോസ് എന്ന് പറയും. ത്രോണോസ് എന്ന വാക്കിനെ സ്വർണോസ് എന്ന് പറയും. സ്വർണം കൊണ്ടുള്ള ത്രോണോസ് എന്നർത്ഥം. ത്രോണോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രോൺ ഇംഗ്ലീഷിലെ വാക്ക് ത്രോൺ, സിംഹാസനം. അത് സ്വർണം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ സ്വർണോസ് എന്ന് ചിലപ്പോൾ പറയുന്നത്. യാഹ്വേയുടെ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്നുള്ള രശ്മികൾ വിശിഷ്ട കല്ലുകളിലൂടെ അപവർത്തന കിരണങ്ങളായി കാണപ്പെടുകയാണ് ഈ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുമ്പോൾ. അതാണ് അടുത്ത വാക്യത്തിൽ കാണുന്നത്. യാഹ്വേയുടെ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്നുള്ള രശ്മികൾ അതിവിശിഷ്ട കല്ലുകളിലൂടെ അപവർത്തന കിരണങ്ങളായിട്ട് ഇങ്ങനെ എന്താ പറയുക, അപവർത്തനത്തിന് മലയാളം ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, റിഫ്ലക്ഷൻസ് ഒക്കെ പാടെ എന്താ പറയുക, അതിങ്ങനെ ഈ കല്ലുകളിലൂടെ പതിക്കുമ്പോൾ ഇല്ലേ, രത്നത്തിലൊക്കെ ഈ രശ്മി പതിക്കുമ്പോൾ അവിടെ നിന്ന് അപവർത്തന കിരണങ്ങൾ ഈ റെയിൻബോ പോലെയൊക്കെ, ഈ മഴവില്ല് പോലെ 1 തിമോത്തി 6:16 കാണാം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിൽ കടക്കുമ്പോൾ അതിൻ്റെ പാതയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് ഈ രശ്മിഭേദനം അല്ലെങ്കിൽ അപവർത്തനം എന്നൊക്കെ പറയണേ.
താൻ സ്വർഗത്തിൽ കണ്ട അതിമനോഹരമായ കാഴ്ചയെ വാക്കുകളിലൂടെ ചിത്രീകരിക്കാൻ യോഹന്നാൻ പാടുപെടുന്നു. വെളിപാട് പുസ്തകത്തിലെ മിക്ക പ്രവർത്തനങ്ങളെയും കേന്ദ്രബിന്ദു ഈ സിംഹാസനവും ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവപിതാവുമാണ്. അതിൽ നിന്നാണ് ഈ സിംഹാസനത്തിൽ നിന്നാണ് ന്യായവിധികൾ, സത്യത്തിന്റെ പ്രഖ്യാപനങ്ങൾ, ഒരിക്കലും അവസാനിക്കാത്ത ആരാധനയുമായി മാലാഖമാരും മനുഷ്യന്റെ പരിവാരങ്ങളൊക്കെ ഈ സിംഹാസനം ചുറ്റും നിൽക്കുന്നു. ന്യായവിധികൾ പുറപ്പെടുന്നത് ഈ സിംഹാസനത്തിൽ നിന്നാണ്. 16-17 വെളിപാട്, 20-11-12 സത്യത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത് ഈ സിംഹാസനത്തിൽ നിന്നാണ്. 21-3, 21-5 ഒരിക്കലും അവസാനിക്കാത്ത ആരാധനയുമായി മാലാഖമാരുടെയും മനുഷ്യരുടെയും പരിവാരങ്ങൾ ഈ സിംഹാസനം ചുറ്റും നിൽക്കുന്നു. 4-9-10, 5-11-12, 7-9-15, 14-3, 22-3 വെളിപാട് പുസ്തകം മുഴുവൻ ലിറ്റർജിയാണേ. ഈ സിംഹാസനം മുമ്പിലായിട്ട് സ്വർണ്ണപീഠം, വെളിപാട് പുസ്തകം 9-13 സ്വർണ്ണപീഠം. സ്വർഗീയ മന്ദിരത്തിൽ ധൂപാർപ്പണം നടത്തിയിരുന്ന പീഠമാണ് സ്വർണ്ണപീഠം. ഇവിടെയാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കപ്പെടുന്നതും അവ പുകച്ചുരുടുകളായി ദൈവത്തെങ്കിലേക്ക് പ്രവേശിക്കുന്നതും. വെളിപാട് 8-3 ഇതിന്റെ ഭൗതിക പതിപ്പായ സമാഗമ കൂടാത്ത ധൂപപീഠത്തിനും 4 മൂലകളിലായി 4 കൊമ്പുകൾ ഉണ്ടായിരുന്നു. അത് സ്വർണം കൊണ്ടായിരുന്നു ഈ സ്വർണ്ണപീഠം. പുറപ്പാട് 37 അധ്യായം 25 മുതൽ 28 വരെ. അപ്പോൾ സിംഹാസനം സ്വർണം കൊണ്ടുള്ള സിംഹാസനം, അതിനു മുമ്പിൽ സ്വർണ്ണപീഠം. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികന് സ്വർണ്ണ നിറത്തിലുള്ള കാപ്പ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പയന ഉപയോഗിക്കുന്നു എന്ന സങ്കല്പമാണ് അടിസ്ഥാനപരമായിട്ട് സീറോ മലബാർ സഭയിൽ ഞാൻ കണ്ടിരിക്കുന്നത്. കൃത്യനിർദ്ദേശമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വെളിപാട് പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് വൈക്കാപ്പ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞത് കാപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം, പൈന എന്ന വാക്കിൻ്റെ അർത്ഥം, പിന്നെ ഈ കാപ്പയ്ക്ക് ഒർണാത്തെന്ന് ഉപയോഗിക്കും, ചായസബിൾ എന്ന് ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ആ വാക്കുകളുടെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വൈക്കാപ്പയിലേക്ക് വരാം. വൈക്കാപ്പ, ഈ വൈ ആകൃതിയുള്ള കാപ്പ, പാലിയത്തിൻ്റെ ആകൃതിയുള്ള ആകൃതിയുള്ള കാപ്പ. മധ്യകാലഘട്ടത്തിൽ, അതായത് 12 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടുകളെയാണ് മധ്യകാലഘട്ടം എന്ന് പറയണേ. ഗോത്തിക് കലാരൂപ ശൈലിയാണ് ഇതിൽ കാണുന്നത്. ഗോത്തിക് കണ്ടിട്ടില്ലേ? നമ്മുടെ ചില പള്ളികൾ കാണാം, ഗോത്തിക് ഇങ്ങനെ കൂർത്ത് പോകും, മൂർച്ചയുള്ള ഒരു ആയുധം പോലെ പോകുന്നതിനാണ് ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയണേ. 12 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഗോത്തിക് കലാരൂപ ശൈലി, അതാണ് ഈ വൈക്കാപ്പയിൽ കാണുന്നത്. ഇങ്ങനെ കൂർത്ത് പോകുന്നതിൻ്റെ വിപരീത ദിശയിൽ കൂർത്ത കമാനങ്ങൾ, കൂർത്ത ഗോപുരങ്ങൾ. ഈ ഗോത്തിക് എന്ന് പറയുന്നത് സ്കാൻഡിനേവിയ, ഉത്തര യൂറോപ്പിലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഗോത്തിക് എന്ന് പറയുന്ന ഒരു ഗോത്രവർഗം ഉണ്ടായിരുന്നു. അവർ രൂപപ്പെടുത്തിയ ഒരു കലാരൂപമാണ് ഗോത്തിക് എന്ന് പറയണേ. അത് വാസ്തുശില്പ രീതിയുണ്ട്, കലാരൂപങ്ങളുണ്ട്. സ്കാൻഡിനേവിയ, ഉത്തര യൂറോപ്പിൽ ഗോത്തിക് എന്ന് പറഞ്ഞ ഒരു ഗോത്ര വിഭാഗമാണ്. അവരുണ്ടാക്കിയ കലയെ, വാസ്തുവിദ്യയെയും കലാരൂപത്തെയും ഗോത്തിക് എന്ന് പറയുന്നു. ഈ വൈക്കാപ്പ ഒരു കലാരൂപം കൊടുക്കുമ്പോഴും അതിനൊരു പ്രതീകാത്മകതയും ദൈവശാസ്ത്രവും ഉണ്ട്. തീർത്തും ദൈവശാസ്ത്രം ഇല്ലാത്തതല്ല ഈ വൈക്കാപ്പ. അതിനെന്താണ് പ്രതീകാത്മകത? തിരുവചനം എഴുത്തിലൂടെ പ്രഘോഷിക്കുന്നത് പോലെ കലാരൂപങ്ങളിലൂടെ പ്രഘോഷിക്കും. നമ്മൾ പാട്ട് പാടും, തിരുവചനങ്ങൾ പാട്ട് പാടും, സംഗീതമായിട്ട് വചന പ്രഘോഷണം. തിരുവചനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, അത് വചനം, നമ്മൾ ബൈബിള്. തിരുവചനങ്ങൾ കലാരൂപത്തിൽ ബ്രഷും ഒക്കെ ഉപയോഗിച്ച് ചെയ്യും, അതുപോലെ എംബ്രോയിഡറി ഉപയോഗിച്ചും ചെയ്യും. ഇതൊക്കെ വചന പ്രഘോഷണമാണ്, സുവിശേഷ പ്രഘോഷണമാണ്. പള്ളിയിൽ തിരുക്കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഒരാൾക്ക് അകത്ത് ചെന്നാൽ സുവിശേഷ പ്രഘോഷണം അവിടെ ഇല്ല, പക്ഷേ ചിത്രങ്ങൾ കാണുമ്പോൾ ആ ചിത്രത്തിലൂടെ വചനം അവരുടെ മനസ്സിലേക്ക് വരും, വചനത്തെക്കുറിച്ചുള്ള ധ്യാനം വരും. ബൈബിളിലെ രംഗങ്ങളാണ് ചിത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കലാരൂപങ്ങൾ, എംബ്രോയിഡറി, ഇതെല്ലാം ഈ വചന പ്രഘോഷണമാണ്, അല്ലാതെ അതൊന്നും വിഗ്രഹാരാധനയല്ല. ഈ വടക്കൻ യൂറോപ്പിൽ ഗോത്തിക് ശൈലിയിലൊക്കെ കാപ്പ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യകാലത്ത് അതിന് വളരെ അപരിഷ്കൃതമായിട്ട് കണ്ടത്. അതായത് ഇതൊരു അങ്ങനെ പെട്ടെന്ന് സ്വീകരിച്ചില്ല. പക്ഷേ ഇതിൻ്റെ പ്രതീകാത്മകത പതുക്കെ മനസ്സിലായി വന്നപ്പോഴാണ് സ്വീകരിക്കാൻ തുടങ്ങിയത്. എന്തായിരുന്നു ഇതിൻ്റെ പ്രതീകാത്മകത? ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ അവർ പറഞ്ഞത് ഇത് വൈ എന്ന് പറയുന്നത് യോക്ക് എന്നതിൻ്റെ യോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചുമലിൽ വെക്കുന്ന നുകം എന്നതിൻ്റെ ഇംഗ്ലീഷാണ് യോക്ക്. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 29-30 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ്. അപ്പോൾ ഈശോയുടെ നുകം, യോക്ക് വഹിച്ചുകൊണ്ട് പുരോഹിതൻ നിൽക്കുന്നെന്നാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ അതിൻ്റെ പ്രതീകാത്മകത അവതരിപ്പിച്ചത്. ഈശോയുടെ കാലത്ത് പല രൂപത്തിലുള്ള കുരിശുകളുണ്ടായിരുന്നു. ഈശോയുടെ കാലത്ത് നമുക്കൊരു ഇപ്പം നമുക്കൊരു 400-ലധികം കുരിശുകളുണ്ട്, 400 ടൈപ്പിലധികം കുരിശുകളുണ്ട്. ഇപ്പം നിങ്ങളിപ്പം ഈ ഫ്രാൻസിസ്കൻ ക്രോസ് ഇല്ലേ, ഇതൊരു കുരിശാണ്, ഒരു തരം കുരിശാണിത്.
ഇത് നമ്മൾ ചരിത്രപരമായിട്ട് ഇങ്ങനെയൊന്നും അല്ല, പക്ഷെ ഇതിന് നല്ല ദൈവശാസ്ത്രമുണ്ട്. ഫ്രാൻസിസ് അസീസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുരിശാണിത്. അതിനൊരു ദൈവശാസ്ത്രമുണ്ട്. വെറും പ്ലെയിൻ ആയിട്ടുള്ള കുരിശ് ഉപയോഗിക്കും. ഇതൊരു വെറും ഒരു കുരിശ്, അതിനും ദൈവശാസ്ത്രമുണ്ട്. ഇത് കൂടാതെ ഈ ഫ്രാൻസിസ്കൻസ് ഉപയോഗിക്കുന്ന വലിയ കുരിശ്, അതിൻ്റെ ഞാൻ വലുതും കാണിക്കുകയാണ്. പലതരം കുരിശുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടാതെ കർത്താവിൻ്റെ കാലത്ത് കുരിശ് എന്ന് പറയുന്നത് ടാവ് കുരിശ് എന്ന് കണ്ടു. ടാവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടാവ് കുരിശ്. ടാവ്, ഈ കുരിശ്, ഇതാണ് ടാവ്. ടാവ് എന്ന അക്ഷരം, ശരിക്കും പറഞ്ഞാൽ ടാവ് എന്ന അക്ഷരം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എസെക്കിയേലിന്റെ പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങളിൽ ടാവ് ഉപയോഗിച്ചിട്ടുണ്ട്. ടാവ് എന്ന അക്ഷരം ഇപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ. പക്ഷേ യെഹെസ്കേൽ പ്രവാചകന്റെ കാലത്ത് ഇങ്ങനെയല്ല എഴുതിയിരുന്നത്, മറിച്ച് ടാവ് എന്ന ആകൃതിയിലാണ്, ഈ ആകൃതിയിലാണ്. ഇതാണ് ടാവ് കുരിശ്. ഇതാണ് ഇപ്പോൾ ഈ ഇങ്ങനെ അക്ഷരങ്ങൾക്ക് ഇങ്ങനെ പരിണാമം വരുമല്ലോ. ഇപ്പൊ ടാവ് എഴുതുന്നത്, ടാവ് എന്ന് പറഞ്ഞാൽ ഈ ഹീബ്രു അക്ഷരങ്ങളുടെ അവസാനത്തെ അക്ഷരം. പക്ഷേ യെഹെസ്കേൽ പ്രവാചകന്റെ കാലത്ത് അത് ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരുന്നത്, ടി ആകൃതിയിൽ. ഇതിനെയാണ് ഈ ടാവ് കുരിശ് എന്ന് പറയുന്നത്. കർത്താവ് കുരിശിലേറിയ കുരിശ് ടാവ് കുരിശു എന്നുള്ളതാണ് വളരെ പ്രബലമായ ഒരു വിശ്വാസം. INRI എന്നുള്ളത് എഴുതിയിട്ടുള്ളത് കൊണ്ട് അതുകൂടി ചേർത്ത് നമ്മൾ ഈ തീരെ മുകളിൽ ഒരു ചെറിയ വെട്ടുകൂടി വെച്ച് ചെയ്യാണ്. കർത്താവിനെ കുരിശിലേറ്റിയ കുരിശ് എന്ന് പറയുന്നത് ടാവ് കുരിശ് ആണെന്നാണ് പ്രബലമായ വിശ്വാസം ഈ അർത്ഥത്തിൽ. അതിൻ്റെ മുകളിൽ ഈ INRI എന്നുള്ളത് കുറ്റവാളികളുടെ കുറ്റം എന്താണെന്ന് എഴുതി വെക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അതുകൊണ്ട് കാണിക്കാൻ വേണ്ടി INRI ഇവിടെ ചേർക്കുന്നതാണ്. ഈ ടാവ് കുരിശ്, അതിന് ഭയങ്കരമായ ദൈവശാസ്ത്രമുണ്ട്. ഈ ടാവ് കുരിശിന് വെളിപാട് പുസ്തകത്തില് നമ്മൾ 7-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയില് ഞങ്ങൾ മുദ്ര കുത്തി തീരുവോളം നിങ്ങൾ ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേട് വരുത്തരുത്. മുദ്രിതരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രിതരായവർ 144,000. നമ്മുടെ ദൈവത്തിന്റെ ദാസരുടെ നെറ്റിയില് ഞങ്ങൾ മുദ്ര കുത്തി തീരുവോളം. മുദ്ര, ഈ മുദ്ര എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഒരു രംഗത്തിന്റെ മാതൃകയിലാണ്. യെരൂശലേമിന് മേൽ ദൈവം തന്റെ ക്രോധം ചൊരിയുന്ന സന്ദർഭത്തില് അതിൽ നിന്ന്, ഈ ക്രോധത്തിൽ നിന്ന്, ദൈവശിക്ഷയിൽ നിന്ന് ഇസ്രായേലിലെ നീതിമാന്മാരെ മാറ്റി നിർത്തുന്നതിനായി ദൈവം മാലാഖമാരെ അയച്ച് അവരുടെ നെറ്റിയിൽ ടാവ് എന്ന മുദ്രയിടുന്നു. ടാവ് എന്ന മുദ്ര, ടാവ്, അത് നമ്മുടെ POC ബൈബിളിൽ ടാവ് എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പരിഷ്കരിച്ച ബൈബിൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ടാവ് എന്ന മുദ്ര ഇടാനാണ് പറയുന്നത്. യെഹെസ്കേൽ 9-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെ നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയാൽ കാണാം. ഹീബ്രു ഭാഷയിൽ അവസാനത്തെ അക്ഷരമാണ് ടാവ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ രൂപം ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്. പക്ഷേ അതിന് യെഹെസ്കേൽ പ്രവചന കാലത്ത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ടാവ് എന്ന് പറഞ്ഞാൽ കുരിശാണ്. അപ്പൊ ദൈവത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് ടാവ് എന്ന് പറയുന്ന മുദ്രയാണ്, അത് കുരിശാണ്. കർത്താവീശ്വമിശികയാണ് ടാവ് കുരിശില്. അതിൽ തൂങ്ങപ്പെട്ട രൂപമില്ല. ഉത്ഥാനം ചെയ്ത ക്രിസ്തുവാണ് ഈ ദൈവത്തിന്റെ മുദ്രയായിട്ട് വരുന്നത്. ഇതാണ് വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായം 3-4 അധ്യായങ്ങൾ പറയുന്നത്. അത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള ആ വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഈ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ ക്രിസ്തുവന്റെ കുരിശിനെ ടാവ് കുരിശ് എന്ന് പറയുന്നു. ടാവ് കുരിശ്. അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന ഈ 2 കള്ളന്മാരുടെ, കവർച്ചക്കാരുടെ കുരിശിനെ വൈ ക്രോസ് എന്നാ പറയുക. വൈ ക്രോസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. വൈ ക്രോസ്, അത് ടാവ് കുരിശിലാണ് കർത്താവ് തൂങ്ങപ്പെട്ടതെന്നും അപ്പുറത്തപ്പുറത്തുള്ള കവർച്ചക്കാരാണ് ഈ വൈ കുരിശിൽ കിടന്നതെന്നും പാരമ്പര്യം പറയുന്നു. ആ കവർച്ചക്കാരിൽ ഒരാൾ പശ്ചാത്തപിച്ചു. അവന് ഈശോ പറുദീസ വാഗ്ദാനം ചെയ്തു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. അപ്പോൾ ഈ വൈ കാപ്പയിടുന്ന വൈദികൻ അവൻ പാപിയാണെന്നും പശ്ചാത്തപിച്ച് കർത്താവിന്റെ വാക്ക് കേട്ട് പറുദീസയിൽ വന്നിരിക്കുന്നുവെന്നുമാണ് ഈ വൈ ക്രോസ്, വൈ കുരിശുള്ള വൈക്കാപ്പ അണിയുമ്പോൾ. ഗംഭീരമായ ദൈവശാസ്ത്ര. പാപിയാണ് വൈദികൻ, പക്ഷേ ഈ കവർച്ചക്കാരനെ പോലെ പാപിയാണ്. പക്ഷെ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടപ്പോൾ അവൻ പശ്ചാത്തപിച്ചു. കർത്താവ് അവനോട് നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും എന്ന് പറഞ്ഞു. വൈ രൂപത്തിലുള്ള കുരിശിൽ കിടന്ന ആ കവർച്ചക്കാരൻ പശ്ചാത്തപിച്ചു, അവന് പറുദീസ കിട്ടി. ആ സ്ഥാനത്താണ് വൈദികൻ. അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ വൈ ആകൃതിയിലുള്ള കുരിശിന്റെ വൈ ആകൃതിയിലുള്ള കാപ്പയിടുന്നതെന്നാണ് മറ്റൊരു അതിൻ്റെ ഒരു ദൈവശാസ്ത്രം.
ഈ ഇതിന് 3 ഇതാണല്ലോ, വൈക്ക് മൂന്ന് മുനകളാണ്. അത് കർത്താവിന് കുരിശിലേറ്റിയ 3 ആണികളുടെ പ്രതീകവുമാണ്. അതായത് കർത്താവിനോടൊപ്പം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് പുരോഹിതൻ. 3 ആണികളാൽ ബന്ധിക്കപ്പെട്ട് ബ്രഹ്മചര്യം, അനുസരണം, പിന്നെ ദാരിദ്ര്യം, ഇങ്ങനെ 3 വ്രതങ്ങളാൽ അല്ലെങ്കിൽ 3 വാഗ്ദാനങ്ങളാൽ വൈദികൻ ക്രിസ്തുവിനോട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. അതും കൂടി കാണിക്കാനാണ് ഈ വൈ ആകൃതിയിലെ കുരിശ് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. ഈ വ്യാഖ്യാനങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതൊക്കെ ബൈബിളുള്ളതാണ്. അപ്പോൾ ഒരു കല രൂപപ്പെടുന്നത് ദൈവശാസ്ത്രങ്ങളുടെ വെളിച്ചത്തിലാണ്, തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ആളുകൾ സമയമെടുക്കുന്നു. ഇത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ദൈവശാസ്ത്രം അറിയാം, പിന്നെ അതിൻ്റെ തിരുവചനം അറിയാം. പക്ഷെ ഇത് പലപ്പോഴും കൈമാറ്റം ചെയ്യപ്പെടുകയില്ല. അങ്ങനെ ഇടയ്ക്ക് വെച്ച് വിട്ടുപോകുകയാണ്. ചിലപ്പോൾ അവർ ഉണ്ടാക്കിയ ആളുകൾക്ക് അറിയണമെന്നില്ല. ഒരു കവിത എഴുതുമ്പോൾ ആ കവിതയുടെ മൂല്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ധ്വനി കവി ഉദ്ദേശിക്കുന്നതിനേക്കാൾ കടന്നു പോകാം. ഈ ദ ടെക്സ്റ്റ് ഈസ് ബിഗർ ദാൻ ദ ഓതർ എന്ന് പറയും. പാഠം എഴുതിയ വ്യക്തിയേക്കാൾ വലുതാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പൂള എന്ന വാക്ക്, പൂള, തൃശ്ശൂരൊക്കെ അതിന് പഞ്ഞിക്കാന്ന് പറയുക. കോട്ടയത്തൊക്കെ എനിക്ക് തോന്നുന്നു കപ്പ എന്ന് പറയുന്നത് തോന്നുന്നു. മലബാറിലെ കപ്പയാണ്. തിരുവനന്തപുരത്ത് അത് തെറിയല്ലേ, പൂ എന്നുള്ള തെറിയല്ലേ കേൾക്കുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ തൃശ്ശൂരുള്ള ഞാൻ പൂള എന്ന് എഴുതിയാൽ അത് കോട്ടയത്തുള്ളവരോ മലബാറിലുള്ളൊരു കപ്പയാണെന്ന് മനസ്സിലാക്കും, തിരുവനന്തപുരത്തുള്ളൊരു തെറിയായിട്ട് മനസ്സിലാക്കും. തൃശ്ശൂരുള്ള എനിക്ക് അറിയണമെന്നില്ല തിരുവനന്തപുരത്ത് ഇത് തെറിയാന്ന്, ഇല്ലല്ലോ. ഇപ്പം എൻ്റെ രൂപത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു, ഫാദർ വിൽസൺ ഊക്കൻ, വടവാതിൽ പഠിപ്പിച്ചിരുന്നതാ. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് അവിടെ എഴുതില്ല, ഊക്കൻ എന്നുള്ള വാക്ക് അവിടെ എഴുതില്ല. കാരണം എന്താ, ഊക്കൻ എന്നത് കോട്ടയത്ത് തെറിയാണ്. പക്ഷെ തൃശ്ശൂർ അത് നല്ല വീട്ടുപേരാണ്, ഊക്കൻ. അമ്പൂക്കൻ എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് വീട്ടുപേരാണ്. പക്ഷെ കോട്ടയത്ത് അത് സൂപ്പർലേറ്റീവ് തെറിയാണ്. അപ്പം ഈ വാക്ക് ആളെക്കാളും വലുതാണ്. ഒരു വാക്കിൻ്റെ ധ്വനികൾ ആൾക്കറിയണമെന്നില്ല, പക്ഷെ അതുണ്ട്. അപ്പം ഉണ്ടാക്കുന്ന ടെക്സ്റ്റിന് അല്ലെങ്കിൽ കലാരൂപത്തിന്, കലാശില്പത്തിന് അതുണ്ടാക്കിയ ആളെക്കാളും അർത്ഥമുണ്ടാകും. അപ്പം ഇതൊക്കെ അച്ഛൻ്റെ വ്യാഖ്യാനമല്ലെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം. വ്യാഖ്യാനമാണ്, പക്ഷേ വളരെ അടിത്തറയുള്ള വ്യാഖ്യാനമാണ്. ഇപ്പം നമ്മൾ അത്യാവശ്യം വൈകാപ്പയുടെ ദൈവശാസ്ത്രവും അതിന് ചരിത്രമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ സഭയുടെയും അടിസ്ഥാന വിശ്വാസം ഒന്നാണെങ്കിലും അത് പ്രകാശിപ്പിക്കുന്ന വിധവും ദൈവശാസ്ത്രവും വ്യത്യസ്തമാണ്. നീ ഇസ്രായേലിന്റെ രാജാവാണ് എന്നാണ് നഥാനിയേൽ പറഞ്ഞത് കർത്താവിനോട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നാണ് പത്രോസ് കർത്താവിനോട് പറഞ്ഞത് കേസറിയ ഫിലിപ്പിൽ വെച്ച്. നീ ലോകത്തിന്റെ പ്രകാശമാണ് എന്നാണ് സമരിയക്കാർ ഈശോയോട് പറഞ്ഞത്. എൻ്റെ കർത്താവ് എൻ്റെ ദൈവമാണ് എന്നാണ് തോമസ് ലീഗ പറഞ്ഞത്. നോക്കൂ, വ്യത്യസ്തമാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്, പക്ഷെ പ്രകാശനം വ്യത്യാസമുണ്ട്. നീ ഇസ്രായേലിന്റെ രാജാവാണ്, നീ ലോകത്തിന്റെ രക്ഷകനാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമാണ്. വ്യത്യസ്തമാണ് ഈ വിശ്വാസ പ്രകാശനങ്ങൾ. ഇതുപോലെ തന്നെയാണ് സഭകൾ. ഈശോ ഒരൊറ്റ ശിഷ്യനെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുക്കുകയല്ല ചെയ്തേ. പത്രോസിനെ മാത്രമല്ല, 12 പേരെയാണ്. സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറ മേലാണ് അവൻ സഭ പണിതത്. എഫേസ്യ ലേഖനം 2:20. അപ്പോൾ യേശു ക്രിസ്തു എന്ന ഐക്യത, സ്ലീഹന്മാർ എന്ന ബഹുസ്വരത, ഇങ്ങനെയാണ് സഭ കർത്താവ് സൃഷ്ടിച്ചത്, കർത്താവ് സ്ഥാപിച്ചത്. കർത്താവ് ഒരു സഭയല്ല സ്ഥാപിച്ചേ, 12 അപ്പസ്തോലന്മാരുടെ മേലെയാണ്, അടിത്തറയായിട്ടാണ് കർത്താവ് സഭ സ്ഥാപിച്ചത്. അതുകൊണ്ട് ഐക്യതയുണ്ട്, വിശ്വാസം, കൂദാശകൾ, ഹൈറാർക്കി എന്ന ഐക്യതയുണ്ട്. പക്ഷേ വ്യത്യസ്തമായ ആധ്യാത്മികത, വ്യത്യസ്തമായ റീത്തുകൾ, ലിറ്റർജി, വ്യത്യസ്തമായ ദൈവശാസ്ത്രം, അങ്ങനെയാണ് കർത്താവ് തന്നെ സഭ സ്ഥാപിച്ചത്. അതുകൊണ്ട് ഓരോ സഭയുടെയും വിശ്വാസ പ്രകാശനങ്ങൾ അതത് സഭയുടെ ദൈവശാസ്ത്രം അനുസരിച്ചാകണം. സീറോ മലബാർ സഭയിൽ മാർത്തോമാ സ്ലീവ ഉപയോഗിക്കണം കാപ്പയിൽ എന്ന് കൃത്യമായിട്ട് റോം നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാർത്തോമ സ്ലീവ ഉപയോഗിക്കണം സീറോ മലബാർ സഭയുടെ കാപ്പയിൽ. കൃത്യമായ നിർദ്ദേശമാണ്. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞു, തുടക്കത്തിലതാ വായിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നിർദ്ദേശം നമ്മൾ പാലിക്കണം. വൈകാപ്പ ഉപയോഗിക്കുന്നത് യാതൊരു തെറ്റുമില്ലാന്ന് ദൈവശാസ്ത്രം പറഞ്ഞു. അത് വേറൊരു സഭയുടെ പാരമ്പര്യമാണ്, ആ സഭയിൽ ഉപയോഗിക്കാം. സീറോ മലബാർ സഭയിൽ വേറൊരു ദൈവശാസ്ത്രമാണ്. എന്താണ്? മാർത്തോമാസ് ലീവ. എന്താണ് അതിൻ്റെ അർത്ഥം? തോമാസ് ലീഗയുടെ കുരിശ്, തോമസ് ലീഗ കൊണ്ടുവന്ന കുരിശ് നല്ല അർത്ഥം. തോമാസ് ലീഗ അവതരിപ്പിച്ച ദൈവശാസ്ത്രം പ്രതിഫലിപ്പിക്കുന്ന കുരിശെന്നാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ മാനിക്കാനോ മാർത്തോമസ് ലീവ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് വളരെയധികം വീഡിയോസ് ഞാൻ നൽകിയിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ഇനിയും തരാൻ റെഡിയാണ്. ഇപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ കടക്കുന്നില്ല. ഒരൊറ്റ കാര്യം ഓർക്കുക, ഒരൊറ്റ കാര്യം. ഈ ഒരുപാട് പേര് കുരിശിലേറ്റിട്ടുണ്ട്. കർത്താവിന് സമയത്താണ് 3 പേര് കുരിശിലേറ്റി. അതിലെല്ലാം
ഇല്ലേ, കർത്താവല്ല 2 കള്ളന്മാരുണ്ടായിരുന്നല്ലോ. ആ കുരിശുകൾക്ക് ഇല്ലാത്തൊരു പ്രാധാന്യം യേശുവിന്റെ കുരിശിന് എങ്ങനെയാ വന്നത്? അവൻ മരിച്ചത് കൊണ്ട് മാത്രമല്ല, ഉത്ഥാനം ചെയ്തത് കൊണ്ടാണ്. ഉത്ഥാനം ചെയ്തത് കൊണ്ട്. ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ മറ്റു കള്ളന്മാരെ പോലെ ആകുമായിരുന്നു. വേറെ ആയിരക്കണക്കിന് പേര് അങ്ങനെ ക്രൂശിക്കപ്പെട്ടതുപോലെ ആകുമായിരുന്നു. അപ്പോൾ കർത്താവ് മരിച്ച് ഉത്ഥാനം ചെയ്തത് കൊണ്ടാണ് നമുക്ക് കുർബാനയുള്ളത്. അവൻ ഉത്ഥാനത്തിലൂടെ പുതിയ ജനസിലുള്ള ഒരു ജീവനിലേക്ക് പോയി. അവൻ മരിച്ച് അടക്കപ്പെട്ട അവിടെ പോയിരുന്നെങ്കിൽ നമുക്ക് കുർബാന ഉണ്ടാകുമായിരുന്നോ? അവൻ ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ കുർബാന ഉണ്ടാകുമായിരുന്നോ? ഇല്ല. ഇത് ബെനഡിക്ട് മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ കുർബാന ഉണ്ടാകുമായിരുന്നില്ല. സാധാരണ മനുഷ്യരെ പോലെ അവൻ മരിച്ച് മണ്ണായി പോയി. പക്ഷെ ഇപ്പൊ അവൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു. കുരിശിൽ മരിച്ചു അടക്കപ്പെട്ടവൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു. ഉത്ഥാനം ചെയ്ത് പുതിയ ജനസിലുള്ള ജീവനിലേക്ക് കടന്നതുകൊണ്ട് അവന് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിലേക്ക് വരാൻ കഴിയുന്നു. ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കണേ. എഴുന്നേറ്റ് നിൽക്കുന്നതിന് കാരണം ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ്. ഉത്ഥാനത്തിന്റെ അന്ന് രാവിലെ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 9, 10 സ്ത്രീകൾ ഉത്ഥിതനെ കണ്ട് കാലിൽ കെട്ടിപ്പിടിച്ചു. ഉത്ഥാന ദിവസം അതിരാവിലെ മഗ്ദലന മറിയം ഉത്ഥിതനെ കണ്ട് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ആ ആലിംഗനം, ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ച ഞായറാഴ്ച രാവിലെ. അതുകൊണ്ടാണ് സാബത്ത് ശനിയാഴ്ച വൈകിട്ടായിരുന്നെങ്കിൽ ഞായറാഴ്ച രാവിലെയാണ് കുർബാന. കാരണം അതിരാവിലെ സ്ത്രീകൾ ഉത്ഥിതനുമായി കൂടിക്കാഴ്ച നടത്തി അവനെ കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടിക്കൽ ഇന്നും നടക്കുന്നു. അതാണ് ദിവ്യകാരുണ്യം. ഇത് നടക്കണമെങ്കിൽ ഉത്ഥാനം ചെയ്യണമായിരുന്നു. നമുക്ക് ഉത്ഥാനം ചെയ്തു. ഉത്ഥാനം ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് കുർബാനയുള്ളത്. അതുകൊണ്ട് തന്നെ കുർബാനയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന സീറോ മലബാർ സഭ പ്രാധാന്യം കൊടുക്കുന്നത് കർത്താവ് ഉത്ഥാനം ചെയ്തെന്ന കാര്യത്തിനാണ്. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, അപ്പോൾ ആ ഇറക്കും അവൻ വിശുദ്ധരെയും കൊണ്ട് എഴുന്നേറ്റു. ഇല്ലേ, മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 50 മുതൽ 54 വരെ. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വിശുദ്ധരുടെ ഉയർപ്പുണ്ടായി. ആദാം, അബ്രാഹം തുടങ്ങിയവര് അവർ പാട്ടുപാടി കർത്താവിനെ എതിരേറ്റു. എന്നിട്ട് അവരെയും കൂട്ടിക്കൊണ്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അതാണ് വിരി തുറക്കുന്നത്. സ്വർഗത്തിന്റെ വിരി തുറക്കുകയാണ്, മതഭാഗയുടെ വിരി തുറക്കുകയാണ്. അപ്പോൾ അല്ലേ, മനുഷ്യാവതാരത്തിൽ തുടങ്ങി അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, മാലകമാരും മനുഷ്യാവതാരത്തിൽ പാടിയ പാട്ടാണ്. അവിടെ തുടങ്ങി മാമോദീസായില് സ്വർഗം തുറക്കപ്പെടുന്നു. അത് കർത്താവിന്റെ മരണത്തിന്റെ പൂർവാസ്വാദനമാണ്. മരണത്തിലേക്ക് ഇറങ്ങുന്നു, അവൻ ഉത്ഥാനം ചെയ്യുന്നു, പരിശുദ്ധാത്മൻ അയക്കുന്നു. ഈ ദൈവിക രഹസ്യങ്ങളാണ് കുർബാനയിൽ. ഉത്ഥാനവും പരിശുദ്ധാത്മൻ അയക്കലുമാണ് അതിന്റെ കേന്ദ്രം. എപ്പിക്ലേസിസ് അതേക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്. ഇതെല്ലാമാണ് സീറോ മലബാർ സഭയുടെ ഫോക്കസ് എന്ന് വിചാരിച്ച് വൈകാപ്പയ്ക്ക് അർത്ഥമില്ല. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കാപ്പയുടെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു, വൈകാപ്പയുടെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. എല്ലാത്തിനും അതിന്റെ നല്ല ദൈവശാസ്ത്രമുണ്ട്. പക്ഷേ സീറോ മലബാർ സഭയിലുള്ളവര് വൈകാപ്പയല്ല ഉപയോഗിക്കേണ്ടത്, മാർ തോമസ് ലീവയാണ്. ഓരോ സഭയ്ക്കും അതിൻ്റെതായ പ്രകാശനങ്ങളുണ്ട്, ദൈവശാസ്ത്ര പ്രകാശനങ്ങൾ. വിശ്വാസം പ്രകാശിപ്പിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അതുകൊണ്ട് വ്യത്യസ്തമായ റീത്തുകളുള്ളത്. ഇത് അംഗീകരിക്കാതെ സീറോ മലബാർ സഭയിലുള്ളവര് അവരുടെ ദൈവശാസ്ത്രം സ്വീകരിക്കാതെ മറ്റ് ദൈവശാസ്ത്രം എടുക്കാൻ പോകുന്നിടത്താണ് തെറ്റുള്ളൂ. അതുപോലെ ലത്തീൻ സഭയിലുള്ളവര് സീറോ മലബാർ സഭയുടെ ദൈവശാസ്ത്രം സ്വീകരിച്ചാലും തെറ്റാണ്. വല്ലപ്പോഴും ഒരിക്കൽ കുർബാനയൊക്കെ ചൊല്ലാം. പിന്നെ മെത്രാന്മാരെ അനുവദിക്കുന്നതനുസരിച്ച് സീറോ മലബാർ സഭയിൽപ്പെട്ട ഇന്ത്യയിലത്തെ കാര്യം പറഞ്ഞാൽ സീറോ മലബാർ സഭയിൽപ്പെട്ട 79 ലത്തീൻ സഭയിൽ വർക്ക് ചെയ്യുന്ന 79% അച്ഛന്മാരും കന്യാസ്ത്രീമാരും സീറോ മലബാർക്കാരാണ്. ഇന്ത്യയിലെ ലത്തീൻ സഭയിൽ ജോലി ചെയ്യുന്ന 79% അച്ഛന്മാരും കന്യാസ്ത്രീമാരും സീറോ മലബാർ സഭയിൽപ്പെട്ടതാണ്. അത് മെത്രാന്മാരെ അനുവദിച്ച് കൊടുത്തിരിക്കുന്നു. കാരണം അവിടെ നമ്മുടെ ഇന്ത്യയിലത്തെ സാഹചര്യം അങ്ങനെയാണ്. ഇപ്പൊ യൂറോപ്പിൽ ഒരുപാട് സ്ഥലത്ത് സീറോ മലബാർ സഭയിൽപ്പെട്ട വൈദികര് ലത്തീൻ സഭയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് മിഷൻ പ്രേക്ഷിത സാഹചര്യമാണ്. അത് മെത്രാന്മാർ തീരുമാനിച്ചാണതാ. അതിന് നമ്മൾ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. അത് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട. അപ്പോഴും ഓരോ സഭയിലും ആ സഭയുടെ ദൈവശാസ്ത്രം നമ്മൾ ഞാൻ സീറോ മലബാർ സഭയിൽപ്പെട്ട ആളാണ്. ലത്തീൻ സഭയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ലത്തീൻ സഭയുടെ പാരമ്പര്യമാണ് പിന്തുടരേണ്ടത്. പക്ഷേ സീറോ മലബാർ സഭയുടെ പാരമ്പര്യമാണ് എൻ്റെ മൗലിക പാരമ്പര്യം. ഞാൻ തിരിച്ചു പോകേണ്ടത് അവിടേക്കാണ്. പട്ടം സ്വീകരിച്ചത് ആ റീത്തിലാണ്. ഞാൻ ലത്തീൻ സഭയിൽ വർക്ക് ചെയ്യുമ്പോൾ ലത്തീൻ സഭയുടെ പാരമ്പര്യം സ്വീകരിക്കണം. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ സീറോ മലബാർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അത് ലത്തീൻ സഭയോട് ചെയ്യുന്ന അനീതിയാകില്ലേ? ഈ പലരും പറയുന്നുണ്ട് അച്ഛൻ പോളണ്ടിൽ നിന്ന് ലത്തീൻ കുർബാന ചൊല്ലുന്നു. നിങ്ങൾ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ സീറോ മലബാർ ഇരുന്നു കൊണ്ട് ലത്തീൻ സഭയുടെ പാരമ്പര്യം പിന്തുടരണമെന്ന് പറയണു. അത് ചതിയാണ്. ഞാൻ സീറോ മലബാർ സഭയിൽ ലത്തീൻ സഭയിൽ വർക്ക് ചെയ്യുമ്പോൾ
സീറോ മലബാർ സഭയുടെ പാരമ്പര്യം ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു വാദിച്ചാൽ അത് ചതിയാണ്. ഏത് സഭയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ സഭയുടെ പാരമ്പര്യം പാലിക്കണം. പക്ഷേ ഓരോ സഭയുടെയും മൗലികമായ ദൈവശാസ്ത്രം അത് പറയുകയും വേണം, വിശ്വസിക്കുകയും വേണം, അതിൽ അഭിമാനം കൊള്ളുകയും വേണം. ചുരുക്കത്തിൽ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ സഭയിൽ ഉപയോഗിക്കേണ്ടത് വൈകാപ്പയല്ലെന്നും മാർ തോമസ് ലീവ ഉള്ള കാപ്പയാണെന്നും റോം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അതിലുണ്ട് ഉത്തരം. വൈകാപ്പ നമ്മൾ ഉപയോഗിക്കാമോ ഇല്ലയോ? നമ്മുടെ പാരമ്പര്യത്തിൽ പെട്ടതല്ല അത്. ലത്തീൻ സഭയിൽ നല്ല പാരമ്പര്യത്തിൽ പെട്ടതാണത്. അതിന് നല്ല ദൈവശാസ്ത്രമുണ്ട്, അത് ലത്തീൻ സഭയിൽ ഉപയോഗിക്കാം. സീറോ മലബാർ സഭയിൽ ഈ പറഞ്ഞ ഉത്ഥാന ദൈവശാസ്ത്രമാണ്, പെന്തക്കോസ്ത ദൈവശാസ്ത്രമാണ്. കർത്താവ് ഉയർപ്പിക്കപ്പെട്ടു എന്നാണ് പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വേറെ ആരോ ഉയർപ്പിച്ചു. വേറെ ആരോ ഉയർപ്പിച്ചത്? ദൈവപിതാവ് പരിശുദ്ധാത്മാൻ അയച്ച്. ആ പരിശുദ്ധാത്മാന്റെ രൂപമാണ് ഈ പ്രാവ്. ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാൻ അയച്ച് പുത്രൻ തമ്പുരാനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. അതാണ് അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറയണേ. ഈ ദൈവശാസ്ത്രം വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നതാണ് മാർ തോമസ് ലീവ. ഞാൻ ആവർത്തിക്കുക, കർത്താവ് ഉത്ഥാനം ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് കുർബാനയുള്ളത്. അത് ഹൈലൈറ്റ് ചെയ്യുകയാണ് മാർ തോമസ് ലീവ. അത് നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ട് ഈ ലത്തീൻ സഭയിൽ വൈകാപ്പ് ഉപയോഗിക്കാം, അതിന് ദൈവശാസ്ത്രമുണ്ട്. സീറോ മലബാറിൽ മാർ തോമസ് ലീവയുള്ള കാപ്പ് ഉപയോഗിക്കണം, അതിന് ദൈവശാസ്ത്രമുണ്ട്. അതിന് കൃത്യമായ നിർദ്ദേശമുണ്ട്. ഇനി രസകരമായ സംഗതി, ഇപ്പം നമുക്ക് ഈ മാർ തോമസ് ലീവ എറണാകുളത്ത് അതായത് വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാർക്ക് സ്വീകരിക്കുന്ന ഒരു സൂത്രപ്പണി പറയാം. ഇത് നമ്മുടെ പാരമ്പര്യം അല്ല എന്ന് പറഞ്ഞാൽ മതി. മാർ തോമസ് ലീവ നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അവർ എതിർക്കും. ഇത് നമ്മുടെ പാരമ്പര്യം അല്ല എന്ന് പറഞ്ഞു നോക്കിയാൽ, ഇത് ലത്തീൻ പാരമ്പര്യമാണെന്ന് പറഞ്ഞു നോക്കിയാൽ ഉടനെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഷൈജും കൂട്ടരൊക്കെ നമുക്ക് സ്വീകരിക്കാമെന്ന് പറയും. വൈകാപ്പ നമ്മുടെ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞു നോക്കിയാൽ, ഒന്ന് പറഞ്ഞു നോക്കൂ, പ്രചരിപ്പിക്കൂ. ഉടനെ തന്നെ അവർ പറയും അന്ന് നമുക്കത് വേണ്ട. അതായത് റോം എന്ത് പറയുന്നുവോ, ഈ സീറോ മലബാർ സഭ എന്ത് പറയുന്നുവോ അത് നേർ വിപരീതമാണ് എറണാകുളം, അങ്കമാലി അതിരൂപതയിലും ഇപ്പൊ കുറച്ച് ഫരീദാബാദിലേക്ക് അത് പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഈ വിമതര് ഈ പണ്ട് കേട്ടിട്ടുള്ള കഥയാണ്. അങ്കമാലി പോർക്ക് എന്ന് പറഞ്ഞിട്ട് പോർക്കുണ്ടല്ലോ, അങ്ങനെ ഒരു സിനിമ മറ്റും ഇറങ്ങേണ്ടതുണ്ടോ അല്ലേ? ഈ എങ്ങനെയാണ് ഇവയെ വണ്ടിയിൽ കയറ്റുക? ഞാൻ എൻ്റെ മുമ്പത്തെ ഇടവകപ്പള്ളി എന്ന് പറഞ്ഞ പറപ്പുകര, അവിടെ തിരുനാൾക്ക് അങ്കമാലി എന്നുള്ള പോർക്കുകൾ ഒരു പ്രദേശം മുഴുവൻ അങ്കമാലി പോർക്കുകൾ പെരുന്നാൾക്ക് വിൽക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഈ അങ്കമാലി പോർക്കിന് വണ്ടിയിൽ കയറ്റാനായിട്ട്, അതായത് പോർക്കിന് ഇങ്ങോട്ട് വലിച്ചാൽ അത് അങ്ങോട്ട് തിരിഞ്ഞുള്ളൂ, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ ഈ വണ്ടിയിൽ അവിടെ ഇങ്ങനെ ഒരു പലക ചരിച്ച് വെച്ചിട്ട് ഈ പന്നിയുടെ വാലിൽ പിടിച്ച് വലിക്കും. പോർക്കിൻ്റെ വാലിൽ പിടിച്ച് വലിക്കുമ്പോൾ അത് അങ്ങോട്ട് ശക്തിയായിട്ട് അങ്ങോട്ട് എതിർത്ത് വെച്ചാൽ വലിക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുകൊടുക്കുക. അറിയാതെ അനക്തസിദ്ധമായി ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി കയറിപ്പോവും. ഈ അങ്കമാലി പോർക്കുകളെ പോലെയാണ് എറണാകുളം അങ്കമാലിയിലെ ഈ വിമത വൈദികരും മുന്നേറ്റക്കാരും. നമ്മൾ സഭയുടെ പാരമ്പര്യം ഇതാന്ന് പറഞ്ഞാൽ അപ്പം അതിനെ എതിർക്കും. അപ്പം നേർ വിപരീതം വാലി പിടിച്ച് വലിക്കുക, അപ്പം അവർ അങ്ങോട്ട് കുതിച്ചോളും. മാർ തോമസ് ലീവ നമ്മുടെ പാരമ്പര്യം അല്ല എന്ന് നമ്മൾ പ്രചരിപ്പിച്ചാൽ ഉടനെ അവർ സ്വീകരിച്ചോളും. വൈകാപ്പ നമ്മുടെ പാരമ്പര്യമല്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ തള്ളിക്കളഞ്ഞോളും. നമ്മൾ എന്ത് പറയുന്നുവോ അതിന് വിപരീതമാണ്. കാരണം എന്താ? ധിക്കാരത്തിലാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപത ഉണ്ടായത്. പാറേക്കാട്ടിൽ പിതാവിൻ്റെ അനുസരണക്കേടിലാണ്, വത്തിക്കാനെ കബളിപ്പിച്ച് അനുസരണക്കേടിൽ ഉണ്ടായതാണ് ഇപ്പോൾ ഉള്ള ഈ ജനാഭിമുഖ കുർബാന എറണാകുളത്തെ. അത് മറ്റ് രൂപതകളിലൊക്കെ അറിയാതെ ഉപയോഗിക്കപ്പെട്ടു പോയി എന്നുള്ള കാര്യം സത്യം തന്നെ. ഈ ധിക്കാരം, അതായത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നേർ വിപരീതം, അതിൻ്റെ നേർ വിപരീതം സ്വീകരിക്കുന്നുള്ളതാണ് അവരുടെ രീതി. അപ്പോൾ അങ്കമാലി പോർക്കുള്ള സ്വഭാവമുള്ള അവരോട് അങ്ങനെ തന്നെ പെരുമാറുകയായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ മാർ തോമസ് ലീവ നമ്മുടെ പാരമ്പര്യം അല്ല എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിച്ചാൽ അപ്പോൾ അവരവർ സ്വീകരിച്ചോളും. വൈകാപ്പ നമ്മുടെ പാരമ്പര്യം ആണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരതിനെ തിരസ്കരിച്ചോളും. ഞാൻ ആവർത്തിക്കുകയാണ്, ഓരോ ദൈവശാസ്ത്രവും ഓരോ കലയ്ക്കും ഓരോ ദൈവശാസ്ത്രവും അതിൻ്റെതായ മൂല്യമുണ്ട്, നന്മയുണ്ട്. പക്ഷെ ഉപയോഗിക്കേണ്ടത് ഓരോ സഭയിൽ പെട്ടവരാണ്. കാരണം വിവിധ സഭകളുണ്ട്, വിവിധ റീത്തുകളുണ്ട്. അത് കർത്താവ് സ്ഥാപിച്ചതാണ്. 12 സ്ലീഹന്മാരുടെ മേലാണ് കർത്താവ് സഭ സ്ഥാപിച്ചത്. ഒരൊറ്റ സഭയല്ല, പല സഭകളായിട്ട്, എന്നാൽ ഐക്യതയിൽ ഒരൊറ്റ സഭയിൽ പല സഭകളായിട്ടാണ് കർത്താവ് തന്നെ സ്ഥാപിച്ചത്. കോരിന്തോസിലെ സഭയ്ക്ക്, എഫേസസിലെ സഭയ്ക്ക്, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് പ്രാദേശികമായിട്ട്. പിന്നെ സാർവത്രിക സഭയുടെ അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇല്ലേ, ഈ ബഹുസ്വരതയെ നഷ്ടപ്പെടുത്തുന്ന ഏകഛത്രാധിപതി ഉണ്ടല്ലോ, ഒരൊറ്റ ഭാഷ മതി, അതേതാ? ഹിന്ദി എന്ന് പറയുന്ന പോലെ ഒരു പ്രശ്നമുണ്ട്. ഹിന്ദി ഉണ്ടായിട്ട് 100-300 വർഷം പോലും ആയിട്ടില്ല. 4000-5000 വർഷം പഴക്കമുണ്ട് തമിഴ്. 1200 വർഷം പഴക്കമെങ്കിലും ഉണ്ട് മലയാളത്തിന്.
അതിനേക്കാളൊക്കെ വളരെ ടീനേജറാണ്, അല്ലെങ്കിൽ ഒരു ഒരു കുട്ടിയുടുപ്പിട്ട് നടക്കേണ്ട ഒരു പ്രായമായിട്ടുള്ളൂ ഹിന്ദിക്ക്. അത് അടിച്ചേൽപ്പിക്കുമ്പോൾ മറ്റ് സംസ്കാരങ്ങളാണ് നഷ്ടപ്പെടുക. അപ്പോൾ ഈ ഏകഭാഷാവാദം പോലെ തന്നെ തെറ്റാണ് ഏകറീത്വവാദം. മാർപ്പാപ്പയുടെ പോലെ മതി, മാർപ്പാപ്പയുടെ പോലെ മതി എന്ന് ഒരു നാഴേക്ക് 40 പ്രാവശ്യം പറയും. ആ മാർപ്പാപ്പയാണ് നമ്മുടെ സിനഡ് അംഗീകരിച്ച കുർബാന ചൊല്ലാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് വാ തുറന്നവർ മിണ്ടൂല്ല, ഗ്രഹിക്കാൻ ശ്രമിക്കൂല. എന്തൊരു ഇരട്ടത്താപ്പാണിത്! ഇത്രയും കപടനാട്യം വേണോ എറണാകുളത്തെ വിമത വൈദികരെ, മുന്നേറ്റക്കാരെ, ഷൈജുമാരെ? ഇത്രയും ഇരട്ടത്താപ്പ് വേണോ? ഇത്രയും കപടനാട്യം വേണോ? നോമ്പുകാലാണ്, മാനസാന്തരപ്പെടൂ. നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങൾ, പൈതൃകങ്ങൾ, അതിന് ദൈവശാസ്ത്രം പഠിക്കുകയും അംഗീകരിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യൂ. അവ കർത്താവ് നമ്മിൽ അഭിമാനം കൊള്ളും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.